2020 ലോകകപ്പിന് ശേഷം ആദ്യ പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. സിംബാബ്വേക്കെതിരായ രണ്ടാം 2020-ൽ 90 റൺസിന്റെ തകർപ്പൻ ജയം. 219 റൺസ് പിന്തുടർന്ന 129-ന് ഓൾ ഔട്ട്. അരങ്ങേറ്റത്തിൽ 2 വിക്കറ്റ് വീഴ്ത്തി യാഷ് താക്കൂർ, 3 വിക്കറ്റുമായി അഭിഷേക് ശർമ്മ. ഇന്ത്യക്ക് കൂറ്റൻ സ്കോർ സമ്മാനിച്ചത് ഇഷാന്റെയും തിലകിന്റെയും അർദ്ധ സെഞ്ചുറി. ഖിലാഫ് അഹമ്മദ് ചേർന്ന സ്പോർട്സ് ഡെസ്കിൽ നിന്നും. ഖിലാഫ്, അയർലൻഡിനെതിരെയും ഇംഗ്ലണ്ടിനെതിരെയും വീണ ഇന്ത്യ സിംബാബ്വേക്കെതിരെ അങ്ങനെ ഒരു പരമ്പര ജയം സ്വന്തമാക്കിയല്ലേ? തീർച്ചയായും സോന സൂചിപ്പിച്ചതുപോലെ തന്നെ അയർലൻഡിനെതിരെയും ഇംഗ്ലണ്ടിനെതിരെയും തകർന്നടിഞ്ഞ ഇന്ത്യ ഇന്ന് സിംബാബ്വേക്കെതിരെ ഒരു കൂറ്റൻ ജയം സ്വന്തമാക്കിക്കൊണ്ട് പരമ്പര തന്നെ നേടിയിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് കഴിഞ്ഞ മത്സരങ്ങളിൽ, അതായത് ഈ സിംബാബ്വേക്ക് മുൻപ് ഇംഗ്ലണ്ടിനായിട്ടുള്ള പരമ്പരയിലെല്ലാം നിരാശപ്പെടുത്തിയ ബാറ്റിങ്ങും അതേപോലെ തന്നെ ബൗളിങ്ങും ഒത്തുചേർന്ന ഒരു പ്രകടനമായിരുന്നു ഇന്നത്തെ രണ്ടാമത്തെ സിംബാബ്വേക്കെതിരായ മത്സരത്തിലും നിർണായകമായത്. അത് ബാറ്റിംഗ് കൊണ്ട് ആദ്യം 219 റൺസ് അടിച്ചെടുക്കുന്നു. തൊട്ട് പിന്നാലെ തന്നെ ബൗളിങ്ങിലും ഈ ഒരു മിന്നും പ്രകടനമാണ് ഇന്ത്യൻ താരങ്ങൾ കാഴ്ചവെച്ചത്. അതിൽ യാഷ് താക്കൂറിന്റെ പ്രകടനം, അതായത് അരങ്ങേറ്റം കുറിച്ചതാണ് താരം. യാഷ് താക്കൂർ 124ാമത്തെ 2020 ക്യാപ്പാണ് ഇന്ന് സ്വീകരിച്ചത്. ആ ഒരു അരങ്ങേറ്റത്തിൽ തന്നെ 2 വിക്കറ്റുമായി ഇന്ത്യയുടെ വിജയശില്പികളിൽ ഒരാളായി മാറാൻ യാഷ് താക്കൂറിന് സാധിച്ചു. ഒപ്പം തന്നെ ബാറ്റിങ്ങിന് ഇന്ത്യയെ 219 എന്ന കൂറ്റൻ സ്കോറിലേക്ക് എത്തിക്കാൻ കാരണം ഇഷാൻ കിഷന്റെയും അതേപോലെ തന്നെ തിലക് വർമ്മയുടെയും കൂറ്റൻ അടികളായിരുന്നു. അത് ഇരു താരങ്ങളും അർദ്ധ സെഞ്ചുറികളുമായി തിളങ്ങിയപ്പോൾ ബൗളിങ്ങിലും അഭിഷേക് ശർമ്മയാണ് ഇന്ന് ഒരു തിളക്കമാർന്ന ഒരു പ്രകടനം കാഴ്ചവെച്ചത്. അത് താരം ബാറ്റ് കൊണ്ട് അല്പം നിരാശപ്പെടുത്തിയെങ്കിലും ബൗളിംഗിൽ 3 വിക്കറ്റ് വീഴ്ത്തിക്കൊണ്ട് സിംബാബ്വേയുടെ പതനം ഉറപ്പാക്കിയത് അഭിഷേക് ശർമ്മയാണെന്ന് നമ്മൾ എടുത്തു പറയണം. പ്രിൻസ് യാദവ് 2 വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്തു. ഒപ്പം ഈ ഒരു ടൂർണമെന്റിൽ ഉടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്രിൻസ് യാദവിന്റെ പരിക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അടുത്ത മത്സരത്തിലേക്ക് വരുമ്പോൾ ഒരു നിരാശ തന്നെയാണ്, അല്ലെങ്കിൽ അല്പം ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. കാരണം നാളെ തന്നെയാണ് അടുത്ത സിംബാബ്വേക്കെതിരെ അവസാന 2020 പരമ്പരയിലെ അവസാന മത്സരം. അതുകൊണ്ട് തന്നെ വലിയൊരു ആശങ്ക ഉടലെടുത്തിട്ടുണ്ടെങ്കിലും ഒരു മികച്ച പ്രകടനത്തിലൂടെ തന്നെ ശ്രേയസ് അയ്യറിനെ ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ആദ്യ പരമ്പര ജയം സ്വന്തമാക്കാൻ സാധിക്കുന്നു. ഒപ്പം 2020 ലോകകപ്പ് നേട്ടത്തിന് ശേഷം ഇന്ത്യയുടെ ആദ്യ പരമ്പര നേട്ടമാണ്. ഗൗതം ഗംഭീറിനെ സംബന്ധിച്ചിടത്തോളം അയർലൻഡിനെതിരെയും ഇംഗ്ലണ്ടിനെതിരെയും വീണ ഒരു സംഘത്തിനെ വെച്ച് സിംബാബ്വേക്കെതിരെ ഒരു മിന്നും ജയം സ്വന്തമാക്കാൻ കഴിഞ്ഞു. ഇന്ന് 90 റൺസിന്റെ ഒരു വലിയ ജയം തന്നെയാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരം കൂടി വിജയിച്ചുകൊണ്ട് പരമ്പര തൂത്തുവാരാനായിരിക്കും ഇന്ത്യയും അതേപോലെ തന്നെ ശ്രേയസ് അയ്യറും സംഘവും നാളെ കളത്തിലേക്ക് എത്തുക. സോന.